ഈ യുദ്ധം പലരും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. രണ്ട് ഭാഗത്തിനും വളരെയധികം കാഷ്വാലിറ്റീസ് വന്നു. രണ്ടുപേരും പരസ്പരം ഹാർഡായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. ഇപ്പം ഇന്ത്യൻ പട്ടാളം എന്ത് ചെയ്തു? പാകിസ്ഥാനെ കുറേയൊക്കെ പിന്നിലേക്ക് അടിച്ചു. സ്റ്റേറ്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും സ്റ്റേറ്റ് വിത്ത് ആൻ ആർമി. പാകിസ്ഥാനെ പറ്റി നമ്മൾ പറയുന്നത് എന്താ? ആൻ ആർമി വിത്ത് എ സ്റ്റേറ്റ്. കാരണം സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആർമിയാണ്. വിഷമമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനറലി ആർക്കായാലും വിഷമം വരും. ഈ പാക് പട്ടാളക്കാർ ട്രൈബൽസിന്റെ വേഷം കെട്ടി ഇന്ത്യൻ പട്ടാളം അവരെ വെടിവെച്ച് വന്നു. ആ മൃതദേഹം ഏറ്റെടുക്കാൻ പോലും ആരും വന്നിട്ടില്ല. പാകിസ്ഥാൻ വന്നിട്ടില്ല. ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ നമ്മളോട് ഇത്രത്തോളം വൈര്യം വെച്ച് സൂക്ഷിച്ചത്? പാകിസ്ഥാൻസ് ഐഡന്റിറ്റി ക്രൈസിസ് നിങ്ങൾ ബുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്താലും ഇത് അവൈലബിൾ ആണ്. പാകിസ്ഥാന് സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഇല്ല. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും ഇതിന്റെ പുറകിലെ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചും ഇതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് പ്രശ്നങ്ങളെക്കുറിച്ചും നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധത്തിന്റെ വക്കോളം കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പഹൽഗാം ഭീകരാക്രമണം കേവലം ഒരു ഭീകരാക്രമണം മാത്രമല്ലെന്നും ഇതിന്റെ പുറകിൽ ചില നിക്ഷിപ്ത കക്ഷികളുടെ കൈകളുണ്ട് എന്നും ഇത് ഒരു യുദ്ധത്തിലേക്ക് തന്നെ നയിക്കാമെന്നും ഈ ചാനലിലൂടെ തന്നെ നാം ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ തൊട്ടു പോവുക മാത്രമാണ് നമ്മൾ ചെയ്തത്. ആ വീഡിയോ കണ്ട പലരും അതിൻ്റെ വിശദമായ വീഡിയോ നമ്മോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും അതിൻ്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസുകളെക്കുറിച്ചും നമ്മളോട് വിശദമായി സംസാരിക്കാൻ GECIASന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് ഫാക്കൽറ്റിയും ഇന്റർനാഷണൽ റിലേഷൻസ് എക്സ്പേർട്ടുമായ ശ്രീ ബിൻഡോ ബെഹനാൻ നമ്മോട് കൂടെയുണ്ട്. സാർ, ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് ഒന്ന്, സാർ അന്ന് പറഞ്ഞ കഥയുടെ വിശദമായ കഥ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. അതും രണ്ടാമത്തെ കാര്യം, ചില UPSC ആസ്പിരൻസ് ചില സംശയങ്ങൾ നമ്മോട് ചോദിച്ചിരുന്നു. അതും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാർ, 1947 സ്വതന്ത്രമാക്കപ്പെട്ട രണ്ട് രാജ്യങ്ങളായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും. അന്ന് സ്വതന്ത്രമായി നിൽക്കാനായിരുന്നല്ലോ കാശ്മീർ ആഗ്രഹിച്ചിരുന്നത്. അതെ, ഹരി സിംഗ് ആഗ്രഹിച്ചിരുന്നത് കാശ്മീരിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. കാരണം ഇദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയാൽ അതൊരു തിയോക്രാറ്റിക് രാജ്യമാണ്, അതായത് ഒരു മതരാജ്യമാണ്. അപ്പോൾ ഓബ്വിയസ്ലി ഹരി സിംഗിന് പവർ നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ ഇന്ത്യയിലേക്ക് ചേർന്നാൽ ഇന്ത്യ എന്താണ്? ഒരു ഡെമോക്രസിയാണ്. അപ്പോൾ ഡെമോക്രസിയിലും രാജ്യഭരണം നടക്കില്ലല്ലോ. അപ്പം ഇദ്ദേഹത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് താല്പര്യം. ഇദ്ദേഹം ഇതിനകത്ത് പാകിസ്ഥാനുമായിട്ടൊരു സ്റ്റാൻഡ്സ്റ്റിൽ എഗ്രിമെൻറ്റും ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ടായി. പിന്നീട് പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി വന്നില്ലേ? അന്ന് നമ്മൾ എന്താണ് ഇന്ത്യയെ സഹായം അഭ്യർത്ഥിച്ചിരുന്നോ നമ്മളോട്? ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഹരി സിംഗ് ഇനീഷ്യൽ ഫേസിൽ അദ്ദേഹം സഹായമൊന്നും ചോദിച്ചിരുന്നില്ല. പക്ഷേ ഒരു ക്രിട്ടിക്കൽ ടൈം പീരീഡ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയോട് സഹായം ചോദിക്കേണ്ടി വന്നു. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുകൾ നമ്മൾ പരിശോധിച്ചാലേ ഇതിനൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ. അതായത് പാകിസ്ഥാൻ കാശ്മീർ ആക്രമിച്ച് തുടങ്ങിയിരുന്നു അപ്പോഴേക്കും. അതായത് ഇന്ത്യ ഇടപെടുന്നതിന്റെ മുന്നേ തന്നെ പാകിസ്ഥാൻ അതായത് കാശ്മീരിനെ ആക്രമിച്ച് തുടങ്ങിയെന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് ഒരു ദിവസം മുമ്പാണ് പാകിസ്ഥാന് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. പിന്നെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാനായിട്ടുള്ള കുറേ കാരണങ്ങളും പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്കുപ്പൈഡ് കശ്മീർ ആ ഭാഗമാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ മുറിച്ചെടുത്തത്. അതിന് പാകിസ്ഥാൻ്റെതായ റീസൺസ് ഉണ്ട്. സാർ, അപ്പോൾ ഈ പാകിസ്ഥാൻ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശമല്ലേ നമ്മൾ POK എന്ന് പറയുന്നത്? യെസ്. നമുക്ക് ഇവരെ അവിടെ നിന്ന് പുറത്താക്കാൻ കഴിയില്ലേ? അപ്പോൾ ഇന്ത്യക്ക് അന്നും POK പിടിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ സൈന്യം കുറേ അധികം പാക് ഒക്കുപ്പൈഡ് കശ്മീർ നമ്മൾ തിരിച്ചു പിടിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഇതിനകത്ത് UN-ന്റെ ഇടപെടലുണ്ടായി, കറാച്ചി എഗ്രിമെൻ്റ് ഉണ്ടായി. 1949 ഇന്ത്യ പാകിസ്ഥാൻ കറാച്ചി എഗ്രിമെൻറ്റും അതനുസരിച്ചുള്ള സീസ് ഫയർ ലൈനും വന്നു. അപ്പോൾ റിയാലിറ്റിയിൽ വി കുഡ് ഹാവ് മാർച്ച്ഡ് ഫോർവേഡ്. പക്ഷെ നമ്മളത് ചെയ്തില്ല. നമ്മളൊരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ എഗ്രിമെൻറ്റിൽ തന്നെ പറയുന്ന ഒരു കാര്യം, UN-ന്റെ ഓർഡേഴ്സ് നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഭാവിയിൽ കശ്മീരിൽ ഒരു പ്ലെബിസൈറ്റ് നടത്താൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ആരാണ് അവിടെ ഭരിക്കേണ്ടതെന്നുള്ളത്. പക്ഷേ പിന്നീട് അതിൻ്റെ കൂടെ കുറച്ച് ക്ലോസ് കൂടെ ആഡ് ചെയ്യപ്പെട്ടു. ആ ക്ലോസിൽ പറയുന്ന ഇതാണ്, പ്ലെബിസൈറ്റ് നടക്കണമെങ്കിൽ പാകിസ്ഥാൻ ആർമി വിഡ്രോ ചെയ്യണം. ഇത് ഇന്ത്യയുടെ ഒരു ആവശ്യവും കൂടെ ആയിരുന്നു. പാകിസ്ഥാൻ ആർമി വിഡ്രോ ചെയ്താലേ നമ്മൾ പ്ലെബിസൈറ്റ് നടത്തുള്ളൂ. അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ആർമി ഇലക്ഷനെ അല്ലെങ്കിൽ പ്ലെബിസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പാകിസ്ഥാൻ പക്ഷേ ഒരു കാലത്തും ഈ പ്ലെബിസൈറ്റിന് സമ്മതിച്ചില്ല. കാരണം അവർക്കറിയായിരുന്നു ആർമി പിൻവലിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇന്ത്യയുടെ കൂടെ ചേരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുമ്പോട്ട് പോയില്ല. 56 നമ്മൾ ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതനുസരിച്ച് ഇത് ഇന്ത്യയുടെ ഇൻ്റഗ്രൽ ഭാഗമായി. ഇനി ഇതിൻ്റെ ഒരു പ്ലെബിസൈറ്റ് ആവശ്യമില്ലെന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാൻഡ് എടുത്തു. അതിനൊരു കാരണമുണ്ട്. ഈ 48 തൊട്ട് 56 വരെ പാകിസ്ഥാൻ പട്ടാളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡെമോഗ്രഫിയെ തന്നെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? പിന്നെ ആൾക്കാരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇനിയൊരു സെൽഫ് ഡിറ്റർമിനേഷൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പ്ലെബിസൈറ്റിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾ പാകിസ്ഥാൻ്റെ കൂടെ ഉണ്ടാവും. അത് മാത്രമല്ല, പാകിസ്ഥാനിലെ ബാക്കി ഭാഗത്തുള്ള ജനങ്ങൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ഇന്ത്യയിൽ ചേരാൻ വേണ്ടി ഒരിക്കലും വോട്ട് ചെയ്യില്ലല്ലോ. എന്നിട്ടും സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് നമുക്ക് അവകാശപ്പെട്ടിട്ട് പോലും നമ്മൾ ഈ സ്ഥലം വിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ?
അതെ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കീഴടക്കുക കൂടെ ചെയ്യാം. ഓക്കെ. ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ നമ്മളോട് ഇത്രത്തോളം വൈര്യം വെച്ച് സൂക്ഷിക്കുന്നത്? അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ POK നമ്മൾ ഏകദേശം വിട്ടുകൊടുത്ത അവസ്ഥ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇന്ത്യ ഇപ്പോഴും പറയുന്നുണ്ട് പാക് ഒക്കുപൈഡ് കശ്മീർ ഇന്ത്യയുടെ തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ല. ഇപ്പം അഖണ്ഡ ഭാരതത്തിൻ്റെ ടോക്സും ഇപ്പം നമുക്ക് കേൾക്കാം. പക്ഷേ ഇന്ത്യ എന്നും പറയുന്നത് POK ഇന്ത്യയുടെ ഭാഗത്തും തന്നെയാണ്, അതിനൊരുവിധ ഡൗട്ടും ഇല്ല. പക്ഷേ ഇൻ റിയാലിറ്റി നമ്മൾ പ്രാക്ടിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ POK അവരുടെ കയ്യിലാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതല്ല. അവർക്ക് സംഭവം കുറേയധികം 70% അവർക്ക് ഉദ്ദേശിച്ച ടെറിട്ടറി അവർക്ക് കിട്ടി. ഇനി ഇന്ത്യയായിട്ടൊരു പ്രശ്നത്തിന് അവർ പോകേണ്ട കാര്യമില്ല. പക്ഷേ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇന്ത്യയോട് ഇത്ര വെറുപ്പ്? ഈ ചോദ്യം നമ്മൾ കറണ്ട് അഫയേഴ്സിലൂടെ മാത്രം കണ്ടറിയാൻ ശ്രമിക്കരുത്. ഇതിനൊരു ഒരു ഫിലോസഫിക്കൽ ബേസ് ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോഴും സ്വന്തമായിട്ടൊരു അസ്തിത്വം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യക്ക് ഒരു അസ്തിത്വമുണ്ട്, അമേരിക്കയ്ക്ക് ഇപ്പോൾ അമേരിക്കൻ റവല്യൂഷൻ അവരുടെ അസ്തിത്വത്തിൻ്റെ തുടക്കമാണ്. പാകിസ്ഥാൻ അങ്ങനെ ഒരു തുടക്കം ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. പാകിസ്ഥാൻ ഒരു അസ്തിത്വമില്ല. പാകിസ്ഥാൻ ആദ്യം ശ്രമിച്ചത് എന്താണ്? പാകിസ്ഥാൻ ഒരു തിയോക്രാറ്റിക് രാജ്യമാവാനാണ് ശ്രമിച്ചത്. അതായത് ഒരു മതപരമായ മുമ്പോട്ട് പോകുന്ന രാജ്യം, തിയോക്രാറ്റിക് നേഷൻ. പക്ഷേ അത് പാകിസ്ഥാന് പറ്റിയില്ല. കാരണം പാകിസ്ഥാനിൽ പല ടൈപ്പുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ സിന്ധിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്. ബലൂചിസ്ഥാനിൽ പോയ ബലൂച്ചുകളാണ്, അവരുടെ കൾച്ചർ ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ ഗിൽഗിറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ കൾച്ചറിന് ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഖൈബർ പക്തൂൺവയിലുള്ള ആൾക്കാർ അവർ ട്രൈബൽസ് ആണ്, അവരുടെ കൾച്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതം കൊണ്ട് പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് യൂണിഫൈ ചെയ്ത് നിർത്താൻ പാകിസ്ഥാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ മതപരമായ രാജ്യമായിട്ട് നിലനിൽക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമം ശരിക്കും പാളിപ്പോവുകയാണ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, പാകിസ്ഥാനിലുള്ളതിനെക്കാട്ടി മുസ്ലിംസ് ഉള്ളത് ഇന്ത്യയിലാണ് ഇപ്പോഴും. അപ്പം ആസ് എ തിയോക്രാറ്റിക് കൺട്രി പാകിസ്ഥാന് സ്വന്തം ആൾക്കാരെ യൂണിഫൈ ചെയ്ത് നിർത്താൻ പറ്റിയിട്ടില്ല. അതായത് മതം എന്ന ഐഡന്റിറ്റി അവർക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന് അവരത് പറയുന്നുണ്ടെങ്കിലും മതം ഉപയോഗിച്ച് ഒരു ഏകോപനം പോസിബിൾ ആയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. പല ആൾക്കാരും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇനി രണ്ടാമത് പാകിസ്ഥാൻ ശ്രമിച്ചത് എന്താണ്? ഞങ്ങൾ മുഗൾസിന്റെ പിൻഗാമികളാണ്, അവരുടെ ഫോളോവേഴ്സാണ്. അങ്ങനെ ഒരു അസ്തിത്വം പാകിസ്ഥാൻ ഡെവലപ്പ് ചെയ്യാൻ ഇടയ്ക്ക് നോക്കി. പക്ഷെ അവിടെ ഫെയിൽ ചെയ്യുവാണ്. അവർ ഫെയിൽ ചെയ്യാണ്. കാരണം എന്താണ്? മുഗൾസിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളെല്ലാം ഇപ്പോഴും ഇന്ത്യയിലാണ്. ഡൽഹിയിൽ നിന്നാണ് മുഗൾസ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽസ് എല്ലാം വരുന്നത് എവിടെയാണ്? ഡൽഹി തന്നെയാണ്. അപ്പോൾ അങ്ങനെയും പാകിസ്ഥാൻ പരാജയപ്പെട്ടു. പിന്നെ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താണ്? ഇന്ത്യ ഇൻവേഡ് ചെയ്ത ആൾക്കാരുടെ പേരുകൾ കൊടുത്ത് അവരുടെ ആൾക്കാരാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ്റെ ചില മിസൈൽസ് നിങ്ങൾ നോക്കുക, അവരുടെ ചില മിസൈൽസിൻ്റെ പേര് ബാബർ എന്നായിരിക്കും, ചിലതിന് ചിലപ്പോൾ ഗോറി എന്നായിരിക്കും. അപ്പോൾ ഇന്ത്യ ഇൻവേഡ് ചെയ്തവരുടെ പേരുകളാണ് അവർ മിസൈൽസിന് ഇടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ വെറുപ്പിൻ്റെ കാരണം ഇന്ത്യക്ക് ഓൾറെഡി ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണെങ്കിലും വേദിക് സിവിലൈസേഷൻ ആണെങ്കിലും സൗത്തിൽ സംഘമാണെങ്കിലും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറിജിൻ ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ ഒരു ഒറിജിൻ കാണിക്കാൻ പറ്റുന്നില്ല. മതപരമായി അവർ ശ്രമിച്ചു, അതിനും അവർ പരാജയപ്പെട്ടു. ഐഡന്റിറ്റി ക്രൈസിസ് ആണ് മെയിനായിട്ട് അവർ നേരിടുന്നത്. ശരിയാണ്, പലരും എഴുതിയേക്കുന്ന ഒരു കാര്യമുണ്ട്, പാകിസ്ഥാൻസ് ഐഡന്റിറ്റി ക്രൈസിസ്. നിങ്ങൾ ബുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്താലും ഇത് അവൈലബിൾ ആണ്. പാകിസ്ഥാന് സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഇല്ല. സാറേ, നമ്മുടെ ആസ്പിറൻസിന്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ബന്ധത്തിലാവരുത്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന താല്പര്യകക്ഷികൾ ഉണ്ടോ എന്നുള്ളതാണ്. ഓബിയസ്ലി ഇന്ത്യയും പാകിസ്ഥാനും അടുക്കണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി അധികം പവേഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിലും കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരിക്കലും ചൈനയും ഇന്ത്യയും അടുക്കുന്നത് USA ഇഷ്ടമല്ല. അങ്ങനെ ഒരു അടുപ്പം ഇന്ത്യയും ചൈനയായിട്ട് വന്നാൽ വേണമെങ്കിൽ പാകിസ്ഥാനെ USA ഒരു കൗണ്ടർ ബാലൻസ് ആയിട്ട് ഉപയോഗിക്കാം, ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനോ. ഇതുപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും ഒരുമിച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്കും അത് താല്പര്യമില്ല. കാരണം പാകിസ്ഥാനും ഇന്ത്യയും ഒരുപോലെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, കയ്യും മെയ്യും ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കും ഒരു എക്കണോമിക് പവർ ആകാം. പക്ഷേ യൂണിറ്റ് വേണം, അതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. പക്ഷേ ഒരിക്കലും ഇന്ത്യയും പാകിസ്ഥാനും അടുക്കുന്നത് ചൈനയ്ക്കും ഇഷ്ടമല്ല, ഇന്ത്യയും പാകിസ്ഥാനും അടുക്കുന്നത് ശരിക്കും USA ഇഷ്ടമല്ല. അവരുടെ പ്രസ് കോൺഫറൻസിലൊക്കെ അവർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് ഇൻ റിയാലിറ്റി അതല്ല. പിന്നെ പല പല ശക്തികൾക്കും ഇവിടെ റോൾ ഉണ്ടാവാം. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യങ്ങളെയും കൊണ്ട് പല വേറെ രാജ്യങ്ങൾക്കും യൂസ് ഉണ്ട്. ഇപ്പം നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാകിസ്ഥാനെ പലപ്പോഴും ആരും ഉപയോഗിച്ചിട്ടുണ്ട്? USA സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വലിയ ഫേമസ് എക്സാമ്പിൾ ഉണ്ട്. പണ്ട് കാലത്ത് അഫ്ഗാനിസ്ഥാനെ USSR ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ USSR അഫ്ഗാനിസ്ഥാനിൽ കയറിയപ്പോൾ USSRനെ, സോവിയറ്റ്സിനെ അവിടെ നിന്ന് തുരുത്താൻ ആരെയാണ് ഇവർ ഉപയോഗിച്ചത്? ഈ പറയുന്ന പാകിസ്ഥാനെ തന്നെയാണ്. പാകിസ്ഥാനെയും കൊണ്ട് മുജാഹിദീനുകളെ ക്രിയേറ്റ് ചെയ്തു, അതിന് അമേരിക്ക ഫണ്ടിങ് നൽകി കഴിഞ്ഞിട്ട് സോവിയറ്റ് പട്ടാളത്തെ അവിടുന്ന് ഓടിച്ചു. അപ്പം പാകിസ്ഥാനെ വളരെയധികം ആരും ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്? USA ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പാകിസ്ഥാനെ ആരും ഉപയോഗിക്കുന്നു? ചൈന ഉപയോഗിക്കുന്നു. അപ്പം ഇങ്ങനെ പലവിധ ഇൻസ്റ്റൻസ് നമുക്ക് കാണാം. ഞാൻ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ അതിനകത്ത് ചർച്ച ചെയ്യാം. പക്ഷേ ഇത് റിയാലിറ്റിയാണ്. പാകിസ്ഥാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കാത്ത ഒത്തിരി അധികം ലോകശക്തികളുണ്ട്. അപ്പോൾ കാശ്മീരാണ് നമ്മുടെ ശത്രുതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ കാശ്മീരിൻ്റെ കഥ? കാശ്മീരിൻ്റെ കഥ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അറിവ് ഇതിനെപ്പറ്റി കിട്ടില്ല.
ഞാൻ പറയുന്നത് പോലെ കശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ്റെ ഏറ്റവും വലിയ ഡെൻറ്റാണ് അല്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ കശ്മീർ ഒഴികെ നമ്മൾ മാറ്റി നിർത്തിയാലും ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ ഒരിക്കലും ഇത് നേരെയാവില്ല. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. കാശ്മീർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ ഐഡന്റിറ്റി ഇല്ല, ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാക് പട്ടാളമാണ് ഇതിനകത്ത് വലിയൊരു റോള് പ്ലേ ചെയ്യുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യക്ക് ഏർലി പീരീഡിൽ തന്നെ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി, ഭരണഘടന ഉണ്ടാക്കി. പക്ഷേ പാകിസ്ഥാൻ്റെ ഭരണഘടന നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, 3 ഭരണഘടന നിങ്ങൾക്ക് കാണാം. നിലവിലില്ല, പക്ഷെ അവർക്ക് 3 ഭരണഘടന ഉണ്ടായിട്ടുണ്ട്. അത് 56 ഒരു ഭരണഘടന വന്നു, പിന്നെ 60കളിലും 70കളിലും ഒരു ഭരണഘടന വന്നു. ഭരണഘടന ഇല്ലാത്ത സമയത്ത് ഒരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്നുള്ളത് ഭരിക്കുന്നവർക്ക് പ്രോപ്പറായിട്ട് പറ്റില്ല, ഭരിക്കാൻ അവർക്ക് അറിയില്ല. ഇന്ത്യ പ്രോപ്പർലി ഇത് സ്ട്രക്ചർ ചെയ്ത് വെച്ചു, പാകിസ്ഥാൻ ചെയ്തില്ല. അപ്പോൾ ഈ 56 ഉള്ള പീരീഡിൽ പാകിസ്ഥാനിൽ പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും, പല ആവശ്യങ്ങൾ വന്നിട്ടുണ്ടാകും. ഈ ആവശ്യങ്ങൾക്കെല്ലാം കോമൺ പബ്ലിക്കിനെ അല്ലെങ്കിൽ ജനങ്ങളെ സഹായിച്ചത് ആരാണ്? പാകിസ്ഥാൻ പട്ടാളമാണ്. അപ്പോൾ പട്ടാളത്തോടാണ് ജനങ്ങൾക്ക് കൂടുതൽ അടുപ്പം വന്നത്, അല്ലാതെ പാകിസ്ഥാൻ സിവിലിയൻ ഗവൺമെന്റിനോടല്ല. ഈ പട്ടാളത്തിന് ഭരണം നിലനിർത്തണമെങ്കിൽ, പട്ടാളത്തിന്റെ സ്ട്രോങ് ഹോൾഡ് നിലനിർത്തണമെങ്കിൽ പട്ടാളത്തിന് ഏതെങ്കിലും എനിമിയെ കോമൺ ആയിട്ട് കാണും. കാരണം പാകിസ്ഥാൻ ഒരു ഡേഞ്ചറിലാണ്, പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യം അറ്റാക്ക് ചെയ്യും, ഇത് എപ്പോഴും അവർക്ക് കാണിക്കണം. ഇതാണ് ഒരു മിലിറ്ററിയുടെ പവർ. അപ്പം നിങ്ങളെ രക്ഷിക്കാൻ ആര് വരും? പാകിസ്ഥാൻ പട്ടാളം വരും, ഞങ്ങൾ വരും, ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ, ഇന്ത്യ നിങ്ങളെ ആക്രമിക്കും. അപ്പോൾ ഈ ഫിയർ സൈക്കോസിൽ അവിടുത്തെ ജനങ്ങളെ നിർത്തും. അപ്പോൾ ജനങ്ങൾ എപ്പോഴും ആരെ സപ്പോർട്ട് ചെയ്യും? പാകിസ്ഥാൻ ആർമിയെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ കശ്മീർ ഒരു കാര്യം മാത്രമാണ്. കശ്മീർ ഇല്ലെങ്കിലും പാകിസ്ഥാനും ഇന്ത്യയും ശത്രുതയിൽ നിൽക്കേണ്ടത് പാകിസ്ഥാൻ ആർമി അല്ലെങ്കിൽ നമ്മൾ പറയും ഡീപ് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ആർമിയെ നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും സ്റ്റേറ്റ് വിത്ത് ആൻ ആർമി. പാകിസ്ഥാനെ പറ്റി നമ്മൾ പറയുന്നത് എന്താ? ആൻ ആർമി വിത്ത് എ സ്റ്റേറ്റ്. കാരണം സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആർമിയാണ്. നിങ്ങളിതിൻ്റെ എക്സാമ്പിൾസ് കുറേ കാണും. എപ്പോഴെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും അടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഭീകരവാദ അറ്റാക്ക് നടക്കും, ടെററിസ്റ്റ് അറ്റാക്ക് നടക്കും. ഇതിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യയും പാകിസ്ഥാനും അടുക്കുന്നത് അവിടുത്തെ ഒട്ടും ഇഷ്ടമല്ല. അതായത് സാർ നേരത്തെ പറഞ്ഞ പോലെ പുറം രാജ്യങ്ങളെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പാകിസ്ഥാന്റെ ആർമിയും ഒരിക്കലും ഇന്ത്യയും പാകിസ്ഥാനും അടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമുക്ക് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം. കശ്മീർ അങ്ങനെ, കശ്മീർ എന്തുകൊണ്ട്? കശ്മീരിന്റെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അവിടെ ഭരിച്ചിരിക്കുന്നത് ഡോഗ്ര രാജാവാണ്. ഡോഗ്ര രാജാവ് ആരാണ്? ഒരു ഹിന്ദു റൂളറാണ്. പക്ഷേ ജമ്മു കാശ്മീർ നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ, ഇൻ ടോട്ടാലിറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ മുസ്ലിംസ് ആണ് കൂടുതൽ. അപ്പോൾ ഈ രാജാവിനെതിരെ പണ്ടേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കശ്മീരിലെ രാജാവിന് ഒരിക്കലും ഇന്ത്യയുടെ അടുത്ത് പോകാനും താല്പര്യമില്ല, പാകിസ്ഥാൻ്റെ അടുത്ത് പോകാനും താല്പര്യമില്ല. ഇതിൻ്റെ റീസൺ എന്താണ്? പാകിസ്ഥാൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അത് മതരാജ്യമാണ്, അവിടെ മുസ്ലിം ഡോമിനേഷനാണ്. അദ്ദേഹത്തിന് രാജഭരണം തുടരാനോ കേപ്പബിലിറ്റീസോ ഉണ്ടാവില്ല, അതുപോലെ പ്രിവിലേജസും കിട്ടില്ല, ഒരു ഇമ്മ്യൂണിറ്റിയും കിട്ടില്ല. താൽക്കാലികമായി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് നിലനിർത്താൻ പറ്റില്ല. അതാണ് അതിന്റെ റിയാലിറ്റി. കാരണം ഇന്ത്യയിലേക്ക് വന്നാലും ഡെമോക്രസിയാണ്. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. ആദ്യം ഈ രാജാക്കന്മാർക്ക് പ്രിവി പേഴ്സ് ഒക്കെ കൊടുത്തു, പിന്നെ ഇന്ദിരാഗാന്ധി അത് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. അവർക്ക് കൊടുത്ത ആനുകൂല്യമൊക്കെ പിന്നീട് അബോളിഷ് ചെയ്തു. അപ്പോൾ ഹരി സിംഗിന് വ്യക്തമായിട്ട് അറിയാതെ രണ്ട് സൈഡിൽ വന്നാലും കുറച്ച് കാലത്തേക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ് വലിയ റോളില്ല. അപ്പോൾ ഇന്ത്യയുടെ കൂടെ ഇന്ത്യയുടെയും പാകിസ്ഥാനുടെ ഒരു ദൂരം ഇദ്ദേഹം കൽപ്പിച്ചു. അതുപോലെ ഇദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്, പലർക്കും അറിയാത്ത കാര്യമാണ്. ഇദ്ദേഹം പാകിസ്ഥാൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ തൽക്കാലം നിങ്ങളും ഞങ്ങളുമായിട്ട് വലിയ പ്രശ്നം വരില്ല, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ കയറി ഇടപെടരുത്, അറ്റാക്ക് ചെയ്യരുത്. ഇന്ത്യയായിട്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് ഒന്നും ഹരി സിംഗ് സൈൻ ചെയ്തില്ല. കാരണം ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് കുറച്ചുകൂടെ വിശ്വാസമായിരിക്കാം. ഓക്കെ, അപ്പം അതാണ് നടന്നത്. പക്ഷെ പാകിസ്ഥാൻ എന്താ ചെയ്തത്? അവരുടെ മനസ്സിൽ കാശ്മീർ എന്നും അവരുടേതാണ്. കാരണം എന്താണ്? അതൊരു മുസ്ലിം മെജോറിറ്റി സ്ഥലമായതുകൊണ്ട് കാശ്മീർ ഞങ്ങളുടെയാണെന്നുള്ള ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഹരി സിംഗുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതിനകത്ത് പറയുന്നത് പാക് പട്ടാളം ഒരിക്കലും കാശ്മീർ കീഴടക്കാൻ ശ്രമിക്കില്ല, പക്ഷേ അത് അവർ ലംഘിക്കുകയാണ് ചെയ്തത്. അവരെന്താണ് ചെയ്തത്? അവർ ഈ ട്രൈബൽസിനെ നമ്മൾ പലപ്പോഴും പറയുന്ന ലഷ്കറുകൾ എന്നാണ്. അപ്പം ലഷ്കർ എന്ന് പറഞ്ഞാൽ ഒരു അംബർല ടേമാണ്. ഈ കയറുന്ന ട്രൈബൽസിനെ എല്ലാം നമ്മൾ ലഷ്കർ എന്നാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ ഖൈബർ പക്തൂൺവ, അന്ന് കാലത്ത് ഇതിനെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ് എന്നാണ് വിളിക്കുന്നത്. ഇന്ന് അതിനെ നമ്മൾ ഖൈബർ പക്തൂൺവ എന്ന് വിളിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പഷ്തൂൺ എത്തനിസിറ്റിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ വെച്ചിട്ടാണ് പാകിസ്ഥാൻ അറ്റാക്കിന് ശ്രമിച്ചത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രൈബൽസ് മാത്രമല്ല, ട്രൈബൽസിന്റെ വേഷത്തിൽ പാക് പട്ടാളക്കാരും ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതാണ് റിയാലിറ്റി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, ചരിത്രത്തെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രൈബൽസിനെ ഖൈബർ പക്തൂൺവ റീജിയനിൽ നിന്ന് പാകിസ്ഥാൻ റിക്രൂട്ട് ചെയ്തു. അതിനകത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ജനറലുണ്ട്, അക്ബർ ഖാൻ എന്ന് പറയും. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ഇത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ട്രൈബൽസും അതിൻ്റെ കൂടെ ട്രൈബൽസിൻ്റെ വേഷം കെട്ടിയ പട്ടാളക്കാരുമാണ് കശ്മീരിനെ ആക്രമിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പത്താൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അഫ്രീദിയെ പറ്റി കേട്ടിട്ടുണ്ടാവും, ക്രിക്കറ്റർ. അദ്ദേഹം പത്താനാണ്. ഓക്കെ, പഷ്തൂൺ എത്തിസിറ്റിയാണ്. ഇനി നിങ്ങൾ
ഇമ്രാൻഖാൻ അദ്ദേഹവും എന്താണ് ഒരു പഷ്തൂണാണ്. അപ്പോൾ ഈ എത്നിസിറ്റി പെടുന്ന ട്രൈബൽസിനെ പാകിസ്ഥാൻ കശ്മീരിലേക്ക് പുഷ് ചെയ്തു. അതിൻ്റെ കൂടെ കുറേ പാക് പട്ടാളക്കാർ വേഷം മാറിയും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ചെയ്തതാണെന്നുള്ളതിൻ്റെ തെളിവുകളുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ട്രൈബൽസ് ഇന്ത്യ അല്ലെങ്കിൽ ഹരി സിംഗിൻ്റെ ഏരിയയിലേക്ക് വരുന്നത് വലിയ വലിയ മിലിറ്ററി ട്രക്കുകളുടെ അകത്താണ്. ഈ മിലിറ്ററി ട്രക്കുകൾ എങ്ങനെയാണ് ട്രൈബൽസിന് ഉണ്ടാകുന്നത്? അപ്പോൾ ഒരു പട്ടാളത്തിൻ്റെ ഹെൽപ്പില്ലാതെ മിലിറ്ററി ട്രക്കുകൾക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയായിരുന്നു ഇത് പാകിസ്ഥാൻ തന്നെ സ്പോൺസർ ചെയ്ത ഒരു രീതിയാണ്. അത് ഇപ്പോഴും അവർ തുടരുന്നുണ്ട്. കാർഗിൽ നിങ്ങൾ നോക്കിയാൽ മതി, 1999 പാകിസ്ഥാൻ പട്ടാളക്കാർ തന്നെ ട്രൈബൽസിൻ്റെ വേഷം കെട്ടി ഫൈറ്റ് ചെയ്തു. ഇനി വിഷമമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജനറലി ആർക്കായാലും വിഷം വരും. ഈ പാക് പട്ടാളക്കാർ ട്രൈബൽസിൻ്റെ വേഷം കെട്ടി ഇന്ത്യൻ പട്ടാളക്കാരെ വെടിവെച്ച് വന്നു. ആ മൃതദേഹം ഏറ്റെടുക്കാൻ പോലും ആര് വന്നിട്ടില്ല? പാകിസ്ഥാൻ വന്നിട്ടില്ല. അപ്പോൾ അവർ അന്ന് തുടങ്ങിയ പണിയാണിത്, ഇന്ന് തുടങ്ങിയതല്ല. അന്നേ ഈ പണി അവർ തുടങ്ങിയിട്ടാണ്. അപ്പം പാകിസ്ഥാൻ എന്ത് ചെയ്തു? കശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ചിലരുടെ വ്യൂ പോയിന്റ് അനുസരിച്ച് അപ്പം തന്നെ പാകിസ്ഥാനെതിരെ തിരിച്ചെടുക്കണമായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹരി സിംഗ് കൺട്രോൾ ചെയ്യുന്ന കശ്മീർ ഒരു രാജ്യം, പാകിസ്ഥാൻ വേറൊരു രാജ്യം, ഇന്ത്യ വേറൊരു രാജ്യം. അപ്പം പാകിസ്ഥാൻ സ്വതന്ത്രമാക്കിയ 3 സ്ഥലങ്ങളാണ്. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേറെ 2 രാജ്യങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റില്ല, അതിനുള്ള ലീഗൽ ബാക്കിംഗ് ഇല്ല. അതുകൊണ്ട് മൗണ്ട് ബാറ്റൻ ആരെ ഉപദേശിച്ചു? നെഹ്റുവിനെ ഉപദേശിച്ചു, നിങ്ങൾ പാകിസ്ഥാൻ കശ്മീർ വാറിൽ ഇടപെട്ടോളൂ, പക്ഷേ ആദ്യം ഇന്ത്യയുമായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ സൈൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ കശ്മീരിനെ ഡിഫെൻഡ് ചെയ്തോളൂ. അതനുസരിച്ച് തന്നെയാണ് ഹരി സിംഗ് ഒരു രക്ഷയില്ലാതെ പിന്നീട് എന്ത് ചെയ്തത്? ഇന്ത്യയുമായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ സൈൻ ചെയ്യുന്നതും അതിനുശേഷം ഇന്ത്യൻ പട്ടാളം ഉടനെ തന്നെ അവിടെ പറന്നിറങ്ങുകയും ചെയ്തു. ഈ യുദ്ധം പലരും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. 2 ഭാഗത്തിനും വളരെയധികം കാഷ്വാലിറ്റീസ് വന്നു. 2 പേരും പരസ്പരം ഹാർഡായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ പട്ടാളം എന്ത് ചെയ്തു? പാകിസ്ഥാനെ കുറേയൊക്കെ പിന്നിലേക്ക് അടിച്ചു. അപ്പോൾ അവർ കീഴ്പ്പെടുത്തി വെച്ചിരുന്ന സ്ഥലങ്ങൾ പലതും നമ്മൾ തിരിച്ചു പിടിച്ചു. അത് റിയാലിറ്റിയാണ്. പക്ഷേ ചിലർ പറയുന്ന പോലെ ഒറ്റയടിക്കൊന്നും ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമല്ല. കാരണം സപ്ലൈസിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്, പല പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് UN ഇടപെടും. UN ഇത് കൊണ്ടുപോയത് നെഹ്റുവാണ്. കാരണം നെഹ്റു വിശ്വസിച്ചത് UN നെഹ്റുവിൻ്റെ കൂടെ നിൽക്കും, ന്യായത്തിൻ്റെ കൂടെ നിൽക്കുമെന്ന്. പക്ഷേ UN അപ്പോഴും കോൾഡ് വാറിൻ്റെ സമയത്താണ്, അല്ലെങ്കിൽ പോസ്റ്റ് വേൾഡ് വാർ 2 പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗമായിട്ടതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇന്ത്യയെ ആര് സപ്പോർട്ട് ചെയ്തിട്ടില്ല? UN സപ്പോർട്ട് ചെയ്തില്ല. ഒരു UNSIP എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ അവർ ഫോം ചെയ്തു, യുണൈറ്റഡ് നേഷൻസ് ഇന്ത്യ പാകിസ്ഥാൻ കൗൺസിൽ എന്ന് പറയും. UNSIP എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അപ്പോൾ സാർ അന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ UN പോയിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ തീരുമാനിക്കുകയാണ്, നമ്മൾ ആക്രമിച്ച് കീഴടക്കുകയാണ് കംപ്ലീറ്റ്, അങ്ങനെയാണെങ്കിൽ POK കംപ്ലീറ്റ് നമ്മുടെ അധീനതയിൽ വരുമായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ കുറേയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാമായിരുന്നു. പക്ഷെ അത് ഒറ്റയടിക്ക് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു വലിയ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ യുദ്ധം നടത്തി നമുക്കിത് തിരിച്ചു പിടിക്കാമായിരുന്നു. അല്ലാതെ ഒറ്റയടിക്ക് പാകിസ്ഥാൻ പോയി ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു സത്യമല്ല, അത് റിയാലിറ്റി അല്ല. നമുക്ക് ശ്രമിക്കാമായിരുന്നു, നമുക്ക് പറ്റുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ഈ റിസോഴ്സസ് കുറവാണ്. പാകിസ്ഥാൻ മൊത്തം ഊറ്റി വിട്ട ഒരു സ്പോഞ്ച് പോലെയാണ് ഇന്ത്യ. എല്ലാം നീരും അതിനകത്തുനിന്ന് എന്ത് ചെയ്തു? ബ്രിട്ടൻ ഊറ്റി വെച്ച് കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് എന്താണ് പറ്റിയത്? ഇന്ത്യക്ക് ആ റിസോഴ്സ് ഇല്ല. അപ്പോൾ ഒരു വലിയ വാർ നമ്മൾ അപ്പം ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ റിസോഴ്സസ് പോയേനെ. അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട്. അപ്പോൾ നെഹ്റുവിനെ എല്ലാവരും കുറ്റം പറയും. നെഹ്റു ചെയ്ത ചില കാര്യങ്ങളിൽ നമുക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ അന്നത്തെ സാഹചര്യം അതാണ്. ഇന്ത്യയുടെ കയ്യിൽ അത്രത്തോളം റിസോഴ്സ് ഇല്ല. വലിയൊരു വാർ. പാകിസ്ഥാൻ പിന്നെ ഒന്നും നോക്കുന്നില്ല. ഞങ്ങളുടെ റിസോഴ്സ് പോയാലും ഡെവലപ്മെന്റ് പോയാലും ഞങ്ങൾക്ക് കശ്മീർ മതി. ഫ്യൂച്ചർ പ്ലാൻ ഇല്ലാണ്ട് അവർക്ക് ഫ്യൂച്ചർ പ്ലാൻ ഇല്ല. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ പോലും ഇല്ല. 56-ലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. കുറേ വർഷം കഴിഞ്ഞ് അവരുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. അത് കഴിഞ്ഞ് അത് 2 തവണ പിന്നെയും മാറ്റി. പാകിസ്ഥാൻ അന്ന് സ്റ്റെബിലിറ്റി ഇല്ല. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജനങ്ങളുടെ കാര്യം, അതിർത്തി എല്ലാം പല കാര്യങ്ങളുണ്ട്. നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ പ്രശ്നമുണ്ട്, നാഗാലാൻഡുമായിട്ടുള്ള പ്രശ്നം, നാഗാസുമായിട്ട് അവിടെ പ്രശ്നം നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് പിന്നീടാണ് ഇത് വന്നത്. പിന്നീട് നമുക്ക് നക്സലിസം പോലുള്ള പ്രശ്നങ്ങളുണ്ടായി. അന്ന് തന്നെ നാഗാ പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട ഡെവലപ്മെന്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ വിശ്വസിച്ചത് എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഇടപെടുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് തരും, ഇന്ത്യക്ക് കിട്ടേണ്ടത് ഇന്ത്യക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ വിശ്വസിച്ചു. അതുപോലെ തന്നെ ഒരു പ്ലെബിസൈറ്റ് നടത്താൻ ഇവർ പറയുന്നുണ്ട്, UN പറയുന്നുണ്ട് പ്ലെബിസൈറ്റ് നടത്താൻ. പക്ഷേ പാകിസ്ഥാൻ പട്ടാളം എന്ത് ചെയ്തില്ല? അവർ നിന്ന സ്ഥലത്ത് നിന്ന് അവർ പുറമോട്ട് പോയില്ല. ഒരു പട്ടാളം നിൽക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പോ പ്ലെബിസൈറ്റോ പോസിബിൾ ആണോ? അവർ പുറമോട്ട് പോയില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഈ POK നഷ്ടപ്പെട്ടത്. നമുക്ക് തിരിച്ചു പിടിക്കായിരുന്നു. അപ്പം അതിൻ്റെ പുറകിൽ ഇങ്ങനെയുള്ള ചില ആസ്പെക്റ്റോട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളൊരു UPSC ആസ്പിരൻ്റ് ആണോ? കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ എക്കണോമി, ഹിസ്റ്ററി, ജോഗ്രഫി, സെക്യൂരിറ്റി, സൊസൈറ്റി മുതലായ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് ആണെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാം. തീർച്ചയായും അടുത്ത വീഡിയോയിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതായിരിക്കും.